നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കൺമുമ്പിൽ മരിക്കുക എന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വേദന തന്നെയാണ്. അല്ലെങ്കിൽ അവരോടൊപ്പമുള്ള യാത്രയിൽ അവർ നമ്മളെ വിട്ട് പെട്ടെന്ന് പിരിയുക എന്നതും വളരെയധികം ദുഃഖമുള്ള ഒരു വാർത്തയാണ്. ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടും ഒരേ സമയം വേദനിപ്പിച്ചുകൊണ്ടും പുറത്തേക്ക് വരുന്നത്. ആലപ്പുഴയിൽ നിന്നാണ് ഈ വാർത്ത. അതിവേഗത്തിലെത്തിയ കാറ് നിയന്ത്രണം വിട്ട് ഇടിച്ച് റോഡരികിലെ കടയ്ക്ക് മുന്നിലേക്ക് ചായ കുടിച്ചു നിന്ന ഒരു യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചു എന്നാണ് വാർത്ത. വളരെ വ്യത്യസ്തമായ ഒരു വാർത്തയാണ്. സാധാരണ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുകയോ അല്ലെങ്കിൽ റോഡിൻ്റെ പരിസരവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം അപകട വാർത്തകൾ വരുന്നത്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് 12-ാം വാർഡ് തകിടിവെളിയിൽ തന്നെ സുനിൽകുമാറിൻ്റെ മകൻ എസ് സുധീഷാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 3:15 ആലപ്പുഴ പഴവീട് മെഡിക്കൽ സെന്ററിന് എതിർവശത്തായിരുന്നു സംഭവം. കാർ ആദ്യം മറ്റു വാഹനങ്ങളിൽ ഇടിച്ച ശേഷം സുധീഷിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 35 വയസ്സായിരുന്നു സുധീഷിന്. നിർമ്മാണ തൊഴിലാളികളായ സുധീഷ് ഭാര്യ സുജിമോൾക്കൊപ്പം തിരുവല്ലയിലെ ബന്ധുവീട്ടിലായി ബൈക്കിൽ മുഹമ്മയിലെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. പഴയ വീട് എത്തിയപ്പോൾ തന്നെ ചായ കുടിക്കാൻ നിർത്തി. ചായ വാങ്ങിയ ഭാര്യ സുധീഷിന് കൊടുത്ത ശേഷം കടയുടെ ഭാഗത്തേക്ക് മാറി നിന്നു. ബൈക്കിൽ ചാരി നിന്ന് ചായ കുടിക്കുന്നതിനിടയിലാണ് കുതിച്ചെത്തിയ കാറ് സുധീഷിനെ ഇടിച്ചു തെറിപ്പിച്ചത്. നാട്ടുകാർ ഉടൻ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കൈതവന ഭാഗത്തു നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് വന്ന കാർ ആദ്യം ഓട്ടോയിൽ പിന്നീട് സ്കൂട്ടറിലും മറ്റൊരു ബൈക്കിലും ഇടിച്ചിരുന്നു. റോഡരികിൽ മൺകൂന കടന്ന വൈദ്യുതി ലൈനിലിടിച്ചാണ് കാർ അവസാനം നിന്നത്. റോഡരികിൽ നിർത്തി ചായ കുടിക്കാൻ നിന്നവരുടെ വാഹനങ്ങളിലേക്കും ഇടിച്ച് കയറുകയായിരുന്നു. ആലപ്പുഴ പുന്നമട സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. ഗർഭിണിയായ ഭാര്യ യുവതിയെ വയർവേദന കാരണം കാറിൽ കടപ്പുറത്ത് വനിതാ ശിശു ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഭർത്താവും കൈക്കുഞ്ഞും ഒപ്പം ഉണ്ടായിരുന്നു. യുവതിയുടെ സഹോദരനാണ് ഡ്രൈവർ എന്ന് പറയുന്നു. ആലപ്പുഴ സൗത്ത് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സുധീഷിന്റെ മക്കളുടെ പേര് വരുണെന്നും വാമിക എന്നുമാണ്. അമ്മയുടെ പേര് ജാസ്മിൻ എന്നാണ്. സഹോദരൻ സുമേഷും മൃതദേഹം ജനറൽ ആശുപത്രി മോർച്ചറിയിലാണ്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കുകയും വീട്ടിൽ കൊണ്ടുവരികയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്. ആ ഭാര്യയുടെ ട്രോമയെക്കുറിച്ചാണ് എല്ലാവരും ചിന്തിക്കുകയും ചെയ്യുന്നത്. എത്രമാത്രം വേദന ഉണ്ടാകുമെന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്.